എല്ലാവർക്കും യൂസ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അബി. അപ്പോൾ ഇന്ന് അടിപൊളി മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വേറെ അൺബോക്സിംഗ് ആണ്, ഇച്ചിരി വില കൂടിയ അൺബോക്സിംഗ് ആണ്. ഞാൻ പുതിയൊരു ഫോൺ എടുത്തു, നമ്മുടെ പഴയ വിവോ V9 എൻ്റെ. അപ്പോൾ അതിനകത്ത് നമ്മൾ മാറ്റിയിട്ട് ഇപ്പോൾ നമ്മുടെ സാംസങ് ഗാലക്സി ലേറ്റസ്റ്റ് മോഡലായ സാംസങ് ഗാലക്സി A50s ആണ്. A50 ഇറങ്ങിയായിരുന്നതിന് ശേഷം A50s ലേറ്റസ്റ്റ് മോഡൽ നമ്മൾ സ്റ്റഡി വീഡിയോ ഒക്കെയുള്ള പെർഫോമൻസ് ഒക്കെ ഉള്ള ഫോണാണ് മേടിച്ചത്. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ A50 ഇതാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമുക്ക് വീഡിയോയിൽ പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സാംസങ് ഗാലക്സി A50sൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറമേ ഉള്ള കാര്യങ്ങൾ നോക്കാം, പുറത്ത് എന്തൊക്കെ എഴുതിയിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഇത് 6.4 ഇഞ്ച് ഫുൾ HD പ്ലസ് അമോൾഡ് സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ ആണ്, ഫുൾ HD പ്ലസ്. അപ്പോൾ പിന്നെ 48 MB പ്ലസ് 5 MB പ്ലസ് 8 MB റിയർ ക്യാമറ, ക്വാഡ് ക്യാമറയാണ് വരുന്നത്. 3 ക്യാമറ ഉണ്ട്, ട്രിപ്പിൾ റിയർ ക്യാമറയാണ്. പിന്നെ 128 GB മെമ്മറിയും 6 GB റാമും. ഞാൻ എടുത്തത് 128 GB മെമ്മറിയും 6 GB റാമുള്ള സെറ്റാണ്. ഇതിൻ്റെ വേറെ വേരിയൻറ്റ് വന്നിട്ട് 128 GB മെമ്മറിയും 4 GB റാമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ എടുത്ത 6 GB റാമിൻ്റെയാണ്. പിന്നെ ഇതിൻ്റെ ഇൻഫിനിറ്റി U ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇൻഫിനിറ്റി U ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ക്യാമറ മാത്രം U ഡിസൈനിൽ വരുന്നത്. പിന്നെ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നത് നമ്മുടെ ഡിസ്പ്ലേ ഓൺ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്. അപ്പോൾ അതൊന്ന് തുറന്നു നോക്കാം. ഇത് നേരത്തെ അൺബോക്സ് ചെയ്തതാണ്. അപ്പോൾ കുറച്ച് ഉപയോഗിച്ചൊക്കെ നോക്കിയത്, അപ്പോൾ ഉപയോഗിച്ച് നോക്കിയിട്ട് റിവ്യൂ പറയാമെന്ന് വിചാരിച്ചാണ്. പലണ്ട് നമ്മളൊരു സാധനം ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെ റിവ്യൂ ഇടുക, നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി ഒന്നൊരു അൺബോക്സ് ചെയ്യുന്നവരെ കിട്ടുന്നുള്ളൂ. ഇതുപോലെയാണ് കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ ഗാലക്സി A55s ഇതിൻ്റെ കൂടെ വേറെ വന്നത് നമ്മുടെ ഫാസ്റ്റ് ചാർജറാണ്, 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ. പിന്നെ അതിൻ്റെ അഡാപ്റ്ററും USB കേബിൾ, USB-C ടൈപ്പാണ് വരുന്നത്. നമ്മുടെ ഐഫോണൊക്കെ പോലത്തെ C ടൈപ്പ് കേബിളാണ് വരുന്നത്. പിന്നെ ഇതിനോട് ഹെഡ്ഫോൺ വരുന്നുണ്ട്. ഇപ്പം വരുന്ന മിക്ക ഫോണിനോട് ഹെഡ്ഫോൺ വരാറില്ല. ഇതിനോട് ഹെഡ്ഫോൺ വരുന്നത് സാംസങ്ങിൻ്റെ സാധാരണ ഹെഡ്ഫോണാണ്, സ്റ്റീരിയോ. പിന്നെ ബാക്ക് കവർ, നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ബാക്ക് കവർ. ഇത്ര ഐറ്റംസാണ് ഇതിൽ കിട്ടിയത്. പിന്നെ അവിടെ ഇതിട്ടുണ്ട് സിം എലക്ട് ടൂള്, അതിട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇന്ന് നമ്മുടെ മെയിൻ സാധനം ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഫോൺ. ഇതാണ് നമ്മുടെ ഫോൺ A50s ട്രിപ്പിൾ ക്യാമറയൊക്കെ വെച്ച്. ഞാൻ ബ്ലാക്കാണ് എടുത്തത്. ബ്ലാക്കൊക്കെ ഡിസൈനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ഫോണിൻ്റെ പ്രത്യേകതകളൊക്കെ നോക്കാം, സെറ്റിങ്സും മെനുവും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതാണിപ്പോൾ ലേറ്റസ്റ്റ് ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് വിൻഡോ എന്നത്. പിന്നെ നമുക്ക് ഇതിനകത്തൊരു സെറ്റിങ്സ് നോക്കാം. സെറ്റിങ്സിൽ നമുക്ക് എൻ്റെ ആൻഡ്രോയിഡ് വെർഷനൊക്കെ നോക്കാം. ഫോൺ നമ്പർ, അൺനോൺ, സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ. ഇതിനകത്ത് ആൻഡ്രോയിഡ് വെർഷൻ 9 ആണ്. ആൻഡ്രോയിഡ് വെർഷൻ Pi 9 ആണ് വെർഷൻ വന്നത്. പിന്നെ നോക്സ് വെർഷൻ 3.4 ആണ്. നമ്മൾ സാംസങ്ങിൻ്റെ തന്നെ ആണ് നോക്സ്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് പോലെ തന്നെ ഒരു ബിക്സ്ബി എന്ന് പറഞ്ഞ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്. ബിക്സ്ബി നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് പോലെ തന്നെയുള്ള ബിക്സ്ബി സാംസങ്ങിൻ്റെ അങ്ങനെ ഒരു സാധനം ഉണ്ട്. അതിനകത്ത് നമ്മൾ വോയിസ് കമാൻഡ് കൊടുക്കല്ലേ, അതുപോലത്തെ ബിക്സ്ബി എന്ന് പറഞ്ഞ സാധനമുണ്ട്. പിന്നെ വരുന്നത് ഡിവൈസ്, ബാറ്ററി, സ്റ്റോറേജിൽ നമുക്ക് ഞാൻ കുറേയൊക്കെ യൂസ് ചെയ്തു കേട്ടോ. അതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടാണ് 77 GB എടുത്ത് യൂസ് ചെയ്തു. ഇപ്പോൾ ബാലൻസ് ഉള്ളത് 50 GB ആണ്. ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ കുറേ മൊത്തം 4K റെക്കോർഡായതുകൊണ്ട് അത്രയും സൈസ് വരും, അതുകൊണ്ട് എടുത്തു. പിന്നെ നമ്മുടെ ഇതിനകത്ത് ഉള്ള എനിക്ക് ഇഷ്ടപ്പെട്ട പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ 4K വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. 4K വീഡിയോ നമുക്ക് പ്ലേ ചെയ്യാനും പറ്റും, റെക്കോർഡ് ചെയ്യാനും പറ്റും. അങ്ങനെ സംവിധാനമാണ് ഇതിനകത്ത്. ഇതിൻ്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4K വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യാനും പ്ലേ ചെയ്യാനും പറ്റും. പിന്നെ അതിനകത്തൊരു 4K വീഡിയോ ആണ്. നമ്മുടെ പഴയ V9 നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വേറെ പ്രത്യേകതയാണ് നല്ല ക്ലാരിറ്റിയുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വീഡിയോ നമുക്ക് കാണാൻ പറ്റും, റെക്കോർഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇതിനകത്തൊരു വീഡിയോ ആണ് കാണുന്നത്, നമുക്ക് ക്ലാരിറ്റി കാണാൻ പറ്റും. ഇതിനകത്തൊരു വീഡിയോ പ്ലേ ചെയ്യാം.
ഇത് ഇതിനകത്തെടുത്ത വീഡിയോ ആണ്, കണ്ടോളൂ കേട്ടോ. 4K ആണ്, 4K. നല്ല സൈസ് വരും, പക്ഷെ എന്നാൽ നല്ല ക്ലാരിറ്റി നമുക്ക് കിട്ടും. പിന്നെ വൈഡ് ആംഗിൾ ഫോട്ടോസൊക്കെ നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റും. വൈഡ് ആംഗിൾ ഞാൻ കാണിച്ചു തരാം. വൈഡ് ആംഗിൾ പിക്സ് ഉണ്ടായിരുന്നു. വൈഡ് ആംഗിളൊക്കെ നമുക്ക് ഇതിനകത്ത് എടുക്കാം. വൈഡ് ആംഗിളായിട്ട് എടുക്കാൻ പറ്റും. വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും വൈഡ് ആംഗിളായിട്ട്. കണ്ടോ, നമ്മൾ ഇതിനകത്തൊരു വൈഡ് ആംഗിൾ എടുത്താൽ ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട പ്രത്യേകത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ക്യാമറ, ഇപ്പം നോർമലി നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. നമ്മളിത് വൈഡ് ആംഗിളിൽ കിട്ടും. കണ്ട, അത്ര ഏരിയ നമുക്ക് കവർ ചെയ്തിട്ട്. നോർമലി നമുക്ക് ഇത്രയും കിട്ടും, വൈഡ് ആംഗിൾ ഇത്രയും കിട്ടും. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ മോഷൻ വീഡിയോ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. സ്ലോ മോഷൻ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. സ്ലോ മോഷൻ, സൂപ്പർ സ്ലോ മോഷൻ, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊരു സ്ലോ മോഷൻ വീഡിയോ ആണ്. കാരണം സാധാരണ നമുക്ക് ഓർഡിനറി ഫോണുകളൊക്കെ 720pയിലൊക്കെയാണ് സ്ലോ മോഷൻ വീഡിയോ കിട്ടുന്നത്. ഇത് ഫുൾ HD നമുക്ക് സ്ലോ മോഷൻ വീഡിയോ കിട്ടും. അങ്ങനെ പ്രത്യേകത അതിനുള്ള വേറെ ഉണ്ട്. പിന്നെ നമുക്ക് ബാക്ക് ക്യാമറയിൽ നിന്ന് ഫ്രണ്ട് ക്യാമറയിലേക്ക് പോകാൻ വേണ്ടി ജസ്റ്റ് ഒരു മേലേക്ക് സ്വൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ക്യാമറയിലേക്ക് വരാം. അങ്ങനെ ഒരു സ്പെക്ക് കൂടി ഇതിനുണ്ട്, നല്ലൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. പിന്നെ ലൈഫ് ഫോക്കസ് ഉണ്ട്, അത് നമുക്ക് അടുത്തുള്ള ഫോക്കസ് ചെയ്യാം, ബാക്കിലുള്ള ബ്ലർ ചെയ്യാം. DSLR എഫക്റ്റ് ആയിട്ടുള്ളത്. പിന്നെ പനോരമ ഉണ്ട്, അത് നമുക്ക് വൈഡും അല്ലാതെ കിട്ടും. പിന്നെ നൈറ്റ് മോഡ് ഉണ്ട്, രാത്രിയൊക്കെ ഫോട്ടോ എടുക്കാൻ നല്ലോണം സെറ്റപ്പ് ആയിരിക്കും. രാത്രി എടുക്കുവാണെങ്കിൽ അതിനൊക്കെ നൈറ്റ് മോഡ് ഉണ്ട്. പിന്നെ ഹൈപ്പർ ലാപ്സ് ഉണ്ട്. ഹൈപ്പർ ലാപ്സ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എടുത്ത വീഡിയോ ഒക്കെ പെട്ടെന്ന് ഇങ്ങനെ ഓടിപ്പോണ സംഭവമില്ലേ, ആ സംവിധാനം ഇതിനകത്തുണ്ട്. എന്നിട്ട് കുറേ ഫീച്ചേഴ്സുള്ള ഫോണാണ്, നല്ലൊരു ഫോണാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഫോണാണ്. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സാംസങ് ഗാലക്സി a50s. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും. നല്ലൊരു ഫോണാണ്. ഞാൻ സാംസങ് ഗാലക്സി യൂസർ അല്ലായിരുന്നു ഞാനപ്പോൾ, ഞാൻ പുതിയതായിട്ട് മേടിച്ചതാണ്. അപ്പോൾ വിവോ ആയിരുന്നു നേരത്തെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇത് നല്ല ഫോൺ തന്നെയാണ്. സാംസങ് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സെറ്റിംഗ്സിലാണെങ്കിലും സോഫ്റ്റ്വെയർ ആണെങ്കിലും നല്ലോണം ഫാസ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഹാങ് ഒന്നുമില്ല. അപ്പോൾ നല്ലൊരു ഫോൺ തന്നെയാണ് ഈ പ്രൈസിന്. ഞാനിത് ഓഫർ പ്രൈസിലാണ് മേടിച്ചത്. നമ്മുടെ ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ ഇപ്പോൾ ഓഫറിൻ്റെ ടൈമാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കടയിലാണ് മേടിച്ചത്. 22,299 രൂപയാണ് കിട്ടിയത്. 22,300 രൂപ. ഈ സമയത്ത് മേടിക്കുകയാണെങ്കിൽ ഓഫറുണ്ട്. അപ്പോൾ നല്ലൊരു ഫോണാണ് ഈ റേഞ്ചിൽ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനേക്കാൾ അടിപൊളി കിടക്കാൻ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ കാത്തിരിക്കുക. അതായിരിക്കും ബൈ.